അർജുൻ കല്യാണിലേക്ക് നമ്മൾ വീണ്ടും വന്നാൽ, നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിൽ തെളിവുണ്ടോ? എവിടേക്കാണ് നവീൻ പോയത്? ആ ചോദ്യങ്ങളാണ് നമുക്ക് ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ അർജുൻ കല്യാട് എത്തി നിൽക്കുന്നത്. അർജുൻ കല്യാട്, വെൽക്കം ബാക്ക്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 14-ാം തീയതി വൈകിട്ട് പുറപ്പെടേണ്ട തീവണ്ടിയിൽ കയറി പുലർച്ചെ 5:17 പത്തനംതിട്ടയിൽ വന്നിറങ്ങേണ്ടയാളായിരുന്നു. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങേണ്ട ആളായിരുന്നു അദ്ദേഹം. എന്താണ് അവിടെ സംഭവിച്ചത്? റെയിൽവേ സ്റ്റേഷനിലേക്ക് ബാഗുമായിട്ടല്ലേ അദ്ദേഹം ഇറങ്ങിയത്? അതിനിടയിൽ തിരിച്ച് ക്വാർട്ടേഴ്സിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും അർജുൻ? സുജിയ, നേരത്തെ നമ്മൾ നിന്നിരുന്നത് മുനീശ്വരൻ കോവിലിൻ്റെ സമീപത്താണ്. അവിടെ നിന്നും ഒരു 150 മീറ്റർ മാത്രം അകലെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഏകദേശം ഒരു 150 മീറ്ററിനപ്പുറത്ത് ഈ മുനീശ്വരൻ കോവിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവിടെ നിന്നും ഈ നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിലേക്ക് വലതുവശത്തു കൂടിയോ ഇടതുവശത്തു കൂടിയോ വന്നിട്ടുണ്ട് എങ്കിൽ, ഈ ഇടതുവശത്താണെങ്കിൽ ഈ മുനീശ്വരൻ കോവിലിന് ഈ റോഡിലേക്ക് തുടങ്ങുന്ന ആ സ്ഥലത്ത് അവിടെ തന്നെയുണ്ട്. ആ പെട്രോൾ പമ്പിൽ റോഡിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്ന CCTV ദൃശ്യങ്ങൾ അവിടെ ഉള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ആ CCTV ദൃശ്യത്തിൽ നടന്നു വന്നിട്ടാണ് ഉള്ളതെങ്കിൽ അത് കൃത്യമായ രീതിയിൽ പതിയേണ്ടതാണ്. ഇനിയല്ല, റോഡിൻ്റെ വലതുവശത്തു കൂടിയാണ് നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ളത് എങ്കിൽ, നമ്മൾ വരുന്ന വഴിയാണെങ്കിൽ ഏകദേശം 6ഓളം കടകളിൽ CCTV ദൃശ്യങ്ങൾ ഈ ഫുട്പാത്തിലേക്ക്, അതായത് നടന്നു വരാനുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ പ്രധാനമായും റെയിൽവേ സ്റ്റേഷനിലേക്ക് കടക്കുന്ന ഒരു ഗേറ്റിലേക്ക് തന്നെയാണ് നമ്മളുള്ളത്. ആ ഗേറ്റ് വഴി നവീൻ ബാബു കടന്ന് റെയിൽവേ സ്റ്റേഷനകത്തേക്ക് പോയിട്ടുണ്ട് എങ്കിൽ കൃത്യമായ രീതിയിൽ ഏതെങ്കിലും CCTV ദൃശ്യങ്ങളിൽ, അത് റെയിൽവേ RPFൻ്റെതായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് CCTVകളായിക്കോട്ടെ, എവിടെയെങ്കിലും പതിയാനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്തു കൂടി മാത്രമാണ് അകത്തേക്ക് കടക്കാൻ വേണ്ടി കഴിയുക. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനകത്തേക്ക് കടക്കാൻ വേണ്ടി കഴിയുന്നത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ വഴിയിലൂടെ മാത്രമാണ് കടക്കാൻ വേണ്ടി കഴിയുക. ഇങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇവിടെ ഒരു കാനറ ബാങ്കുണ്ട്. കാനറ ബാങ്കിൻ്റെ ATM കൗണ്ടറുണ്ട്. ഈ ATM കൗണ്ടറിൻ്റെ CCTV ഇവിടെ ഉള്ളതാണ്. അതായത് ഇതിൻ്റെ ഒരു ഭാഗം, അതായത് ഈ റോഡിൻ്റെ, അതായത് റെയിൽവേയിലേക്ക് കടന്നു വരുന്ന ഈ ഒരു വഴിയുടെ പകുതി വരെയെങ്കിലും ദൃശ്യമാവുന്ന രീതിയിൽ ഇവിടെ ഒരു CCTV നമുക്ക് കാണാവുന്നതാണ്. ഈ CCTVയിൽ കുറച്ചു ഭാഗമെങ്കിലും ദൃശ്യമാവുന്ന രീതി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അതല്ല, മറ്റ് CCTV ദൃശ്യങ്ങൾ കൂടിയുണ്ട്. അതായത് റെയിൽവേയിലേക്ക് ഈ വഴി മാത്രമാണ് ഒരാൾക്ക് കടന്നു വരാൻ വേണ്ടി കഴിയുക. നവീൻ ബാബു അന്ന് 14-ാം തീയതി ഇതുവഴിയാണ് വന്നിട്ടുള്ളത് എങ്കിൽ റെയിൽവേ ഏറ്റവും മുൻപന്തി, അതായത് ഈ വരുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ വ്യക്തികളെയും എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന രീതിയിലുള്ള ഒരു CCTV ഇവിടെയും നമുക്ക് ദൃശ്യമാണ്. അതായത് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് ഈ കടന്നു വരുന്ന റോഡിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള, ആ വശത്തേക്ക് തിരിച്ചു വെച്ചിട്ടുള്ള CCTVയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ CCTVയിൽ നവീൻ ബാബു പതിയാനുള്ള സാധ്യത. അതല്ല, മറ്റ് CCTVകൾ കൂടി നമുക്ക് പരിശോധിച്ചാൽ, അതായത് റെയിൽവേയുടെ പ്രധാനമായിട്ടുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലമാണ്. ഇവിടുത്തെ വഴിയാണ് ഇതിനകത്തേക്ക് ആളുകൾക്ക് കയറി പോകാൻ വേണ്ടി കഴിയുക. ഇവിടെ നമുക്ക് റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു CCTV കാണാൻ വേണ്ടി കഴിയും. അതായത് ഇവിടെ നിന്നും പല വശങ്ങളിലേക്കും തിരിച്ചു വെക്കാൻ വേണ്ടി കഴിയുന്ന CCTV ഇവിടെയും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പരിശോധിച്ച് കഴിഞ്ഞാലും നവീൻ ബാബു ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കും. ഇനിയല്ല, ഈ ടിക്കറ്റ് കൗണ്ടർ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ വലതുവശത്തു കൂടിയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. നവീൻ ബാബു ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ടിക്കറ്റ് കൗണ്ടറിൻ്റെ ആ ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല. ഇനി അതുവഴി പോയാലും അവിടെയും CCTVകളുണ്ട്, നേരത്തെ പരിശോധിച്ചാണ്. ഇനി ഇവിടെ നിന്നും നേരെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തു തന്നെ CCTVകൾ നമുക്ക് ദൃശ്യമാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു CCTV, അതായത് നേരെ ഈ റെയിൽവേ ട്രാക്കിനകത്തേക്ക് ദൃശ്യങ്ങൾ പകർത്താൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പകർത്താനുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി അതല്ല, ഇതിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാലും, അതായത് ഈ റെയിൽവേ ട്രാക്കിനകത്ത് പ്ലാറ്റ്ഫോമിനകത്തേക്ക് എൻട്രി ചെയ്യുന്ന ഈ ഭാഗത്താണുള്ളത്. ഇവിടെ എൻട്രി ചെയ്യുന്ന ഓരോ യാത്രക്കാരെയും കാണാൻ പര്യാപ്തമായ രീതിയിലുള്ള ഒരു CCTV ഇവിടെയും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതായത് ഈ CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യം. ഈ CCTV ദൃശ്യങ്ങൾ റെയിൽവേ RPFൻ്റെതായിരിക്കാം അല്ലെങ്കിൽ റെയിൽവേയുടേതായിരിക്കാം. എന്ത് വന്നു കഴിഞ്ഞാലും ഈ CCTV ദൃശ്യങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ആ ദിവസം വരെയും പരിശോധിച്ചിട്ടില്ല എന്നത് RPF തന്നെ സ്ഥിരീകരിച്ചതാണ്. അതുവരെയും ഈ കാര്യങ്ങളൊന്നും തന്നെ ചോദിച്ചിട്ടില്ല. RPFനോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം RPF തന്നെ
നേരത്തെ സ്ഥിരീകരിച്ചതാണ്, അത് വാർത്തയായി നൽകുകയും ചെയ്തത്. അതായത് ഈ സംഭവം നടന്ന് ഏകദേശം ഒരാഴ്ച വരെയുള്ള സമയത്ത് ഇത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ റെയിൽവേ പോലീസിൽ നിന്നും പോലീസ് ആവശ്യപ്പെട്ടിട്ടില്ല, അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടില്ല. സ്വാഭാവികമായും റെയിൽവേ സ്റ്റേഷനിലേക്ക് നവീൻ ബാബു എത്തിയിട്ടുണ്ട് എങ്കിൽ പിന്നെ എങ്ങനെയാണ് പോലീസിന് ഇത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക? CCTV ദൃശ്യമാണ് ഏറ്റവും പ്രധാനമായി അല്ലെങ്കിൽ ഒരു പ്രാഥമികമായ തെളിവായി പരിഗണിക്കപ്പെടേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒരു ദുരൂഹമാണ്. എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ നിന്ന് പിന്നെ എങ്ങനെയാണ് ഈ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി. നേരത്തെ ഞാൻ മുനീശ്വരൻ കോവിലിന് മുന്നിൽ നിന്ന് പറഞ്ഞ് പൂർത്തിയാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, സുജിയ, നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇദ്ദേഹം സ്വാഭാവികമായും ക്വാർട്ടേഴ്സിനകത്ത് പോയിരിക്കണം. കാരണം അന്ന് ഇവിടെ മുനീശ്വരൻ കോവിലിനകത്ത് ശംസുദ്ദീൻ ഇദ്ദേഹത്തെ വാഹനത്തിൽ ഇറക്കുന്നുണ്ട്. അതിനുശേഷം പുലർച്ചെ 4:58 കളക്ട്രേറ്റിലെ ഒരു സഹപ്രവർത്തകന് മൊബൈലിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. 5 മണിക്കും 6 മണിക്കും ഇടയിലുള്ള സമയത്താണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ലഭ്യമാവുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നും നമുക്ക് കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജിലെ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ, KMM വുമൺസ് കോളേജിലേക്ക് ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം, അതായത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 3.6 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മാത്രമാണ് ഈ പള്ളിക്കുന്നിലെ വുമൺസ് കോളേജിൻ്റെ ആ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി കഴിയുക. അതായത് ഇവിടെ നിന്ന് ഒരു കാരണവശാലും ഈ ഒരു രാത്രി സമയത്ത് അദ്ദേഹം നടന്നു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് നമുക്ക് പരിഗണിക്കപ്പെടേണ്ട സാധ്യതയല്ല. പക്ഷേ എങ്കിൽ കൂടി അന്വേഷണത്തിൻ്റെ ഭാഗമായി പരിശോധിക്കപ്പെടട്ടെ. പക്ഷേ ഇവിടെ നിന്നും ഏതെങ്കിലും ഒരു ഓട്ടോയിലോ അല്ലെങ്കിൽ വാഹനത്തിലോ ആയിരിക്കും അദ്ദേഹം പോയിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അദ്ദേഹം അന്ന് രാത്രി ഓട്ടോയിലാണ് പോയിട്ടുള്ളത് എങ്കിൽ പ്രധാനമായും ഇവിടെയുള്ള ഓട്ടോ കൗണ്ടർ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് പ്രധാനമായും ഓരോ യാത്രക്കാരും വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന യാത്രക്കാർ ഇവിടെ നിന്നായിരിക്കും ഓട്ടോ കയറി പോവുക. അപ്പോൾ ഈ ഓട്ടോ കയറി പോകുന്ന ഈ ഭാഗത്തും ഒരു CCTV ദൃശ്യങ്ങൾ അല്ലെങ്കിൽ CCTV നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതിലും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ആ ചിത്രം പതിയേണ്ടതാണ്. അത് പതിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും വ്യക്തമല്ല. എന്തായാലും അന്ന് 14-ാം തീയതി രാത്രി അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ തിരിച്ച് അദ്ദേഹം പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനമായി അദ്ദേഹം പോകാനുള്ള സാധ്യത റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏതെങ്കിലും ഒരു വാഹനം, അതായത് പ്രധാനമായും ഓട്ടോ മുഖാന്തരമായിരിക്കണം ഈ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിലേക്ക് എത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ CCTVയിൽ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ പതിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇത് വർക്കിംഗ് അല്ലേ ഏട്ടാ ഈ CCTV? അല്ല, ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇത് വർക്ക് ചെയ്യാൻ കുറേ കാലമായോ? ഇത് വർക്ക് ചെയ്ത് കുറേ ആയി. ഇപ്പോൾ CCTV ഈ വലിയ ഫ്രണ്ടിലുള്ളത് അതിൽ ഏകദേശം എത്ര, അത് റൊട്ടേറ്റിംഗ് അല്ലേ? ഓക്കെ, റൊട്ടേഷൻ ഏകദേശം എത്ര ദൂരത്തിലേക്ക് കിട്ടുന്നു? ഏകദേശം എന്ന് പറയുമ്പോൾ ഒരു 1500 മീറ്റർ കിട്ടൂലേ? അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള ആ ഒരു റൊട്ടേറ്റ്, നമ്മളിപ്പോൾ പറഞ്ഞ ഈ CCTV വർക്കിംഗ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ പോലീസ് ഇത് പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസിന് മാത്രമേ വ്യക്തമാക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ റൊട്ടേറ്റിംഗ് CCTV ഇവിടുന്ന് ഏകദേശം ഒരു നല്ല രീതിയിലുള്ള, അതായത് അത്യാധുനിക സംവിധാനത്തോടു കൂടിയുള്ള ഒരു CCTV ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറേ ദൂരത്തേക്കുള്ള ദൃശ്യങ്ങൾ ഈ CCTV, എനിക്ക് മുകളിൽ കാണുന്ന ഈ CCTVയിൽ പതിയേണ്ടതാണ്. അങ്ങനെ പതിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഇവിടെ നിന്ന് വാഹനം പിടിച്ചിട്ടാണോ അദ്ദേഹം പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് വഴിയാണ് പുറത്തേക്ക് പോയിട്ടുള്ളത് എന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരു വ്യക്തത വരും. പക്ഷേ ഈ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അങ്ങനെ നിരവധിയായിട്ടുള്ള ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാണ്. പോലീസ് കൃത്യമായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഈ കോടതിയിൽ ഈ കുടുംബം നൽകിയിട്ടുള്ള ഈ CCTV ദൃശ്യങ്ങൾ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ കുടുംബം നൽകിയിട്ടുള്ള ഹർജിയുടെ ഭാഗമായി പോലീസ് ഒരു അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ നൽകിയിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് കണ്ണൂർ ജില്ലാ കലക്ടറുടെയും CRകൾ ശേഖരിച്ചിട്ടുള്ളതും മരണപ്പെട്ട ADM നവീൻ ബാബു താമസിച്ചിരുന്നതുമായ പള്ളിക്കുന്ന് ഗസറ്റഡ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ലാത്തതിനാൽ ആയത് ശേഖരിക്കാൻ സാധിച്ചിട്ടില്ലാത്തതും പരാതിക്കാരൻ ആവശ്യപ്പെട്ടതായ മറ്റ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുള്ളതുമാണ് എന്ന കാര്യം കോടതി മുമ്പാകെ ബോധിപ്പിച്ചുകൊള്ളുന്നു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. അതായത് ഏതൊക്കെ CCTVകളാണ് പരാതിക്കാരൻ ആവശ്യപ്പെടുന്ന CCTVകൾ, അങ്ങനെ ഒരുപാട് CCTVകൾ അല്ലെങ്കിൽ കുറച്ച് CCTVകൾ മാത്രം ശേഖരിച്ചുകൊണ്ടല്ല ഈ പരമാവധി CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുക, പരമാവധി തെളിവുകൾ സമാഹരിക്കുക എന്നുള്ളതായിരിക്കണം അന്വേഷണ സംഘത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു
ഡ്യൂട്ടി, അതായത് ഇതിന് മറ്റേതെങ്കിലും തരത്തിലൊരു വഴിത്തിരിവ് ഈ കേസിനകത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ CCTV ദൃശ്യങ്ങൾ വലിയ തെളിവുകളായി മാറും. അപ്പോൾ സ്വാഭാവികമായും ഈ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ശേഖരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ ഇലക്ട്രോണിക് എവിഡൻസ് ആണ് ഇത് നഷ്ടപ്പെടാനുള്ള, അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റോർ ചെയ്തു വെക്കുന്ന സംവിധാനത്തിൽ നിന്നും സ്വാഭാവികമായും നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ കുടുംബം കോടതി മുമ്പാകെ അല്ലെങ്കിൽ കോടതിയിൽ തന്നെ ഒരു ഹർജി നൽകിക്കൊണ്ട് CCTV ദൃശ്യങ്ങൾ പ്രിസർവ് ചെയ്തു വെക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. അതിനു പുറമെ മൊബൈൽ രേഖകൾ ഉൾപ്പെടെ അതിൻ്റെ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ ശേഖരിക്കണം എന്നുള്ള, അല്ലെങ്കിൽ അത് സൂക്ഷിക്കണമെന്നുള്ള ആവശ്യം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ആ കാര്യങ്ങളിൽ കോടതി 3-ാം തീയതി, അതായത് ഡിസംബർ 3-ാം തീയതി വിധി പറയുകയാണ്. എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് CCTVകളുണ്ട്. ഇതിൽ എല്ലായിടത്തും CCTVകൾ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കാത്തതാണ് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സൂചനകൾ പോലീസിനുണ്ട് എങ്കിൽ പ്രവർത്തിക്കുന്ന പരമാവധി CCTV ദൃശ്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഖരിക്കുക എന്നുള്ളതായിരിക്കണം പോലീസ് സ്വീകരിക്കേണ്ടത്. പക്ഷേ ഈ CCTVകൾ പരിശോധിച്ചിട്ടുണ്ടോ? ആ ചോദ്യത്തിനാണ് ഇനി അന്വേഷണ സംഘം ഒരു ഉത്തരം നൽകേണ്ടത്. സുജിയ.